പിന്നെ എനിക്ക് ചെളി വരുന്നില്ല. എന്നാലും ഞാൻ പറയാം. എനിക്കിപ്പം പുലർച്ചെ ആറായി. എന്നാലും എനിക്ക് പറയണമല്ലോ. അപ്പോൾ പറയേണ്ട രീതിയിൽ പറയുമ്പോൾ ഒരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, പറയാനുള്ളത് ഇങ്ങനെ ഉറക്കോലിക്കണ ഒരു വേളായതുകൊണ്ട് എന്തായാലും ഞാൻ പറയാം. എന്തായാലും പറയേണ്ടതാണല്ലോ. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കാം. ഞാൻ ഈ ഒരു രീതിയിൽ ഈ വോയിസിൽ പറയുന്നതുകൊണ്ട് ഞാൻ ശരിക്കുള്ളത് എങ്ങനെ പറയണം നിങ്ങൾക്ക് ശരിക്കും അറിയാം. എന്നാലും ഞാൻ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ മഴവിയല്ലേ, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കളിച്ചെടുക്കണമുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനും അത് പറഞ്ഞത് നിങ്ങൾ ഹാരിസെന്ന് വിളിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചാവണതിന് മുമ്പ് ഒരു മില്ലി സെക്കൻഡ് മുമ്പ് എൻ്റെ ഹാരിസ് എന്നുള്ള പേര് ഓർക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ പറയാം, നീ ഹാരിസാ. അപ്പോൾ ഗാർഡ് ആരാ? നിങ്ങളാണോ നീയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും പറയാനില്ല. അവിടെ സമയം നിങ്ങൾ ഒന്നുമില്ലാത്ത പോലെ പോകണം. വേറെ ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ അതങ്ങനെ ഉണ്ട്. അവർ സംസാരിച്ചാലും മുഖത്ത് കണ്ട് തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. സമാധാനമായിട്ട് വഴിയിലൊന്ന് നിന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് തിരിച്ചറിവില്ല. ഇതിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വേറെ തൊലിച്ചിട്ടാണോ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ പറഞ്ഞാൽ അവർക്കൊന്നും പറയാനില്ല. പിന്നെ എന്തിനാ പറയേണ്ട കാര്യം? അപ്പോൾ നമുക്ക് പറയണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ ആവശ്യമില്ല. നിങ്ങൾ 100 പേരെ കൊണ്ടുവരേ പറയാം, ഒരാൾ കൊണ്ടുപോവാ 100 പേരെ കൊണ്ടുവരേണ്ട കാര്യമില്ല. നിങ്ങൾ MDMA കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ചിലവാവില്ല, ഏത് കുട്ടിക്കാണെങ്കിലും എന്തായാലും. അപ്പോൾ MDMA എന്ന് മനസ്സിലാക്കി നോക്കേ. നിങ്ങൾ MDMA പഠിച്ചത് എന്തൊക്കെ പല അത്ര ഒച്ചെടുത്ത് മൈക്കിൽ വിളിച്ച് പറയണ പോലെ എന്ത് പറഞ്ഞോ എനിക്ക് സന്തോഷമുള്ളിൽ എനിക്ക് ചിരിയെ പറയണേ. ചിലപ്പോൾ എൻ്റെ മുഖത്ത് കാണാൻ ചിരി. ഞാൻ പറയുന്ന രീതിയിൽ ബാക്കിയൊക്കെ മുമ്പത്തെ ഒരു വീട്ടിൽ റെക്കോർഡ് ചെയ്തില്ലേ, അങ്ങനെയൊക്കെ എനിക്കും വേണം, അങ്ങനെയൊക്കെ നമ്മൾ കണക്ഷൻ വേണം, ഞാൻ ആവശ്യമില്ലാന്ന് പറയുന്നുണ്ട്, ഡിസ്കൗണ്ട് ചെയ്ത് എനിക്ക് മനസ്സിലാവും. ഞാൻ റെക്കോർഡ് സർക്കിളായില്ല. അപ്പോൾ ഈ ആവശ്യം പറയാം അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനനുസരിച്ച് പറയാറിയാം. പക്ഷേ നിങ്ങൾ അത്രയ്ക്കും വിഡ്ഢികളാണ്. ആ ബാഹുബലി എന്ന് പറഞ്ഞാൽ വെഡ്ഡി സിനിമയിൽ വരെ പറയാനുണ്ട്, മൊത്തം വെഡ്ഡി കൂട്ടാന്ന്. അതാ പറയുന്നത്, നിങ്ങൾ പടു വിഡ്ഢികളാണെന്ന് എനിക്കും പറയാം. നിങ്ങൾക്ക് സ്വയം നിങ്ങൾ പടു വിഡ്ഢികളാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി നിങ്ങളൊന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായി? ജനിക്കുന്നതോ തെറ്റ്. ജനിക്കുന്നതോ ശിഖണ്ഡികൾ ആരാധിക്കാനാണ്. ശിഖണ്ഡികൾ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ്, റെസ്പെക്റ്റ് കൊടുക്കുന്ന പേരാണ്. ശിഖണ്ഡി എന്നാണോ ശിങ്കടി എന്ന് പറയുന്നത് ഞാൻ അത് വിചാരിച്ചിട്ടാണ് പറയണത്. അല്ല, ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൃത്തിഹീനമായ മൂത്രം ഒഴിച്ച് 3 വർഷം ദിവസേന ഇട്ട് കഴിഞ്ഞാലും ഒരു ചെറിയ മുറിയിൽ 6 പേര് കൂടി താമസിക്കും. ഗുഡ് കഴിച്ച് അവിടെ തന്നെ ചുമരുമ്പോൾ തുപ്പിയിടും വഴിയിൽ. അവിടെ തന്നെ എല്ലാം കൂടി താമസിക്കും. അവിടെ തന്നെ കഞ്ഞി തുപ്പും, അവിടെ തന്നെ പല്ല് തേച്ച് തുപ്പും, അവിടെ തന്നെ വൃത്തിഹീനമായ ഭക്ഷണം കഴിക്കും, അവിടെ കിടന്നുറങ്ങും. വൃത്തിഹീനമായ സ്മെല്ല് അധികം നാൾ 3 വർഷമായാലും കുളിക്കില്ല. കാശും മേടിച്ച് ടപ്പി നടക്കും. എന്താ കാര്യം? ഒരു തരം വൃത്തികെട്ട പക്രൂടെ ശബ്ദം കേട്ടിട്ടുണ്ട? അങ്ങനത്തെ ഒരു ശബ്ദമാണ്. നിങ്ങൾ ഓരോ വിഡിത്തരാണ് പറയുന്നത്. പക്രു എന്ന് പറയുമ്പോൾ ഞാൻ താലി സിനിമയുടെ നടുക്കിൻ്റെ അശ്രയറ്റെന്ന് പറഞ്ഞു. ബാക്കി പേരിൻ്റെ കണക്ഷനും സമയം അതനുസരിച്ചുള്ള റിയാക്ഷനും ഒരു സാമ്യത ഇല്ലല്ലോ. ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയണത് നിങ്ങൾ. ഞാൻ അവിടെ താഴെ വന്ന് നിൽക്കാം, മെനക്കെട്ട് 10 വർഷം വേണം നിൽക്കാം. നിങ്ങൾക്ക് റെസ്പോണ്ട് ഇല്ല. നിങ്ങൾക്ക് ആരാന്ന് കുറിച്ച് ചോദിക്കാനുള്ളത് ബാന്ന് ഒരു തരം നേരിട്ട് പറയാൻ അറിയാണ്ട് ഞാൻ എന്ത് പറയണം? എനിക്ക് ചിരി വരെ. ഞാൻ വേണമെങ്കിൽ അവിടെ മെനക്കെട്ട് നിന്നിട്ട് വേണമെങ്കിൽ അരമണിക്ക് ഇരിക്കാം. അതിന് നിങ്ങൾക്ക് ഫീസ് മേടിക്കണം. ഞാൻ ഫീസ് തരുമോ എന്ന് ചോദിക്കണം, ഇരിക്കണേനും നിൽക്കണേനും അവിടെ നിന്ന് പറയണേനും. ഓരോരുത്തർ 100 വെച്ച് ഫീസ് തരാൻ പറയണം ഞാൻ. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾ മൊത്തം വിഡ്ഢിത്തരം കാണിക്കണേന്ന്. നിങ്ങൾ പെണ്ണെന്ന് അങ്ങനെയൊക്കെ പറയണ്ട. യൂട്രസ് ഉള്ളവരെ കണ്ടാൽ നിങ്ങൾക്ക് പിരി ഇളക്കിയിട്ട് തിരിച്ചറിയില്ലേ കുടിച്ചിടന്നിട്ട്. നിങ്ങളുടെ കൂടെ വൃത്തിയും ചാണകമെഴുതിയുള്ള പെണ്ണുണ്ടല്ലോ. ഇത്രയും ബുദ്ധി ഉണ്ടായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാറില്ല, ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറില്ല ഒന്നും. എല്ലാ ക്രിക്കറ്റോ ഏതോ ഇഷ്ടമില്ലാത്ത ഗെയിംസ് പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ബുദ്ധിയില്ല. ഓരോ വിഡിത്തം. ഗ്ലോറിയയുടെ പേര് ഹാരിസാണ്. അതൊന്നും ചോദിച്ചാൽ എല്ലാം ഞാൻ പറഞ്ഞു, അതിനനുസരിച്ച് പറഞ്ഞു. എന്നിട്ടും വിഡിത്തരം അതിനെയാണല്ലോ പറഞ്ഞുകൊടുക്കണേ.
1956 സ്റ്റേറ്റ് ആവുന്നതും ഏതോ പ്രാചീനമായ സമയത്ത് പഴകിയ ഒരു 1947 തൊട്ട് 1987 ആരും അവിടെ അനുകരിച്ചിട്ടില്ലേ. പെട്ടതലയായ ഒരു മണി അരന്ന് കൂട്ടി സത്തവർ, ഫേക്ക് പേരുള്ളവർ, ശിഖണ്ഡികൾ ആരാധിക്കണവർ. 1987 സ്റ്റേറ്റ് ആവുന്നത് ഒരു പോർച്ചുഗീസ് ഒരു വെസ്റ്റേൺ ടൈപ്പിലുള്ള ഏരിയ ആണ്. അവിടെ അടുത്ത് ഞാൻ ജനിച്ച അതിനുള്ള സംസ്ഥാനത്തിൻ്റെ ഇതിനെ കുറിച്ച് പറയണം. 9 വർഷം അവിടെ നിന്ന് ബാക്കി 15, 25, 20, 26 വയസ്സ് എത്ര വ്യത്യാസം എടുക്കണം. അന്നൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. 34 വയസ്സ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എത്ര വയസ്സായാലും ഞങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുള്ളത് വേണ്ട തന്നെ പറയുള്ളൂ. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്ന വ്യത്യാസമുണ്ട്. എന്തായിക്കോട്ടെ, അതിൽ കുറ്റം പറച്ചില്ല, ശോഷിച്ച വാക്കുകൾ പറയില്ല. അത് തന്നെ എല്ലായിടത്തും ഈ എഴുതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുറെ വൃത്തികെട്ട ഇതിലല്ല. 1947 ജനിച്ച പഴകിയവരൊക്കെ എന്തൊരു വ്യത്യാസമുണ്ട്. മാമുക്കോയ എല്ലാം വേറെ ടൈപ്പുകളല്ലേ. അവർ ക്രിസ്ത്യാനിറ്റിക്ക് എതിരെ സംസാരിക്കണവരാണ്. ഒരു പൊട്ടിയുണ്ടോ പറയാൻ പറ്റില്ല, എന്നിട്ട് പറയാം സൈഡിൽ അടുക്കള. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ എത്ര വിപരീതമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഗുഡ്ക അടിച്ച് നടക്കാനവരെ സപ്പോർട്ട് ചെയ്യുക, ഡ്രഗ് അടിച്ച് നടക്കാനവരെ സപ്പോർട്ട് ചെയ്യുക. ശരിക്കുള്ളവർ പറഞ്ഞാൽ അവർക്ക് ഒന്നും നടക്കാനും പറയാനറിയില്ല. ഡ്രഗ് അടിച്ച് നടക്കുന്നവർ പറഞ്ഞു തന്നാൽ, ബോധമില്ലാത്തവർ പറഞ്ഞു തന്നാൽ ബോധമില്ലാത്തവർക്ക് പറയിപ്പിച്ചതിന് പറയാൻ പറ്റുള്ളൂ. പറയിപ്പിക്കേണ്ടവർക്ക് അറിയില്ല, സ്വന്തമായിട്ട് പറയാറിയില്ല. പറയിപ്പിച്ച് പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് നടക്കുന്ന പോലീസുകാരും, റേപ്പ് ചെയ്യുന്ന പോലീസുകാരും, അഴിമതി നടത്തുന്ന പോലീസുകാരും, ഡ്രഗ് അടിച്ച് നടക്കുന്നവരുടെ മറ്റേത് കൊടുക്കണ അവർ ഡ്രഗ് അടിച്ച് കൂടുതൽ പ്രേരിപ്പിക്കണ പോലീസുകാരും, ജയിലിൽ ഡ്രഗ് അടിച്ച് നടക്കണവരെ ജയിലിൽ കൊണ്ടുവരണല്ലേ. ഈ ജയിലിൽ ഡ്രഗ്സ് അടിക്കാൻ പണി. ജയിലിൽ കുറേ ഡ്രഗ്സ് അടിച്ച് കൊടുക്കാൻ പോലീസുകാർ കൊണ്ടുപോകണല്ലേ. ഈ പോലീസുകാരും ഇതും കൂടി ഷെയർ ചെയ്ത് അവിടെ തന്നെ ചെയ്യാൻ പണി. നിങ്ങൾ ജയിലിൽ നിന്ന് എന്താ നടക്കണമെന്ന് നോക്കിയേ. വൃത്തികെട്ട ചോറും അതിൽ ഡ്രഗ്സ് മിക്സ് ചെയ്ത് കഴിക്കലൊക്കെ പണി. ഡ്രഗ്സ് അടിച്ച് നടക്കണവർ കുറേ പാക്കറ്റായിട്ട് പിടിക്കണല്ലേ. ഈ ജയിലിൽ എന്നിട്ട് തന്നെ പണി. അപ്പം മനസ്സിലാക്കാൻ പറ്റും, ഞാൻ ഇതിനൊന്നും പോയിട്ടുണ്ട്, കുടിച്ച് നടക്കാൻ പോയിട്ടില്ലല്ലോ. ബോധത്തോടെ സംസാരിക്കും. ഒരു എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് തിരിച്ച് പ്രതീക്ഷിക്കാണ് ഷോപ്പിംഗ് എന്തെങ്കിലും ചെയ്യണത്. ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്താണ് ഹിന്ദി കുട്ടികൾ ചെയ്യണ പോലെയല്ല. ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്താണ് സ്കൂളിങ്, കുക്കിങ് അതിൻ്റെ ഒരുമിച്ച് ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞില്ല 100 പേരെ കൊണ്ടുവന്നോ നിങ്ങൾ, എനിക്കൊരു കുലുക്കുണ്ടാവില്ല. ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിലനിൽക്കും. എത്ര വയസ്സായാലും ഗുഡ് കഴിച്ചാൽ ഞാൻ പെട്ടെന്ന് നല്ല ചെറുപ്പമായിട്ടാണ് ഇരിക്കണ്ടോ. നിങ്ങൾ മാനത്ത് കണ്ടോ വേറെ വല്ല ഏതോ മുനി 1956 1950s 1970 1947 1960 എവിടെ കിടക്കണോ. ഈ 1988 തൊട്ട് പുതിയ യുഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ 1956 സ്റ്റേറ്റ് ആയതും 1987 ഒരു വെസ്റ്റേൺ ടൈപ്പ് സ്റ്റേറ്റ് ആണെന്ന് വ്യത്യാസമുണ്ട്. ഇടയിൽ കല്യാണം ആ സമയത്ത് നടക്കും. ഞാൻ അവിടെ നിന്ന് വരുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അത് പറഞ്ഞു അവിടെ ആരും എന്നോട് ഹിന്ദി പറയിപ്പിക്കണല്ലേ. പിന്നെ നിങ്ങൾ അതിനെയാണ് പറയണേ. എന്തിന് ഈ ആവശ്യമില്ലാത്ത ശോഷിച്ച വാക്ക് പറയണേ. നല്ലത് പറഞ്ഞു കഴിയുമ്പോൾ മാറാണ്ട് ഈ ജനിച്ചത് ശിഖണ്ഡികളെ ആരാധിക്കാൻ ജനിക്കണം പറഞ്ഞിട്ട് എന്താ കാര്യം. 5 അടി 6 ഇഞ്ചുള്ള അനിയന്മാരെ പറഞ്ഞിട്ട് എന്താ കാര്യം. ഉറക്ക തൂങ്ങിയ മോന്തകളെ പറഞ്ഞിട്ട് എന്താ കാര്യം. അവർക്കത് പറയേണ്ട കാര്യമുണ്ടോ. കുടിച്ച് ഡ്രഗ് അടിച്ചാണ് നടക്കണവർ ബോധമില്ലാണ്ട് ഈ 10 വർഷം ജീവിക്കണം. കുരങ്ങെന്ന് 10 വർഷം ജീവിക്കുകയാണെങ്കിൽ അതിനിടയിൽ മ്യൂട്ടേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും ഇല്ല. പിന്നെ എന്തിനാ ആ തിയറി വിഡിത്തം മാഷുമാർ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാണ്ട് ഇപ്പം കുറേ ഇവിടെ ഈ വെഡിത്തന്നെ കുറേ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. വായ്പാറയിൽ ടീച്ചേഴ്സ് അതിന്ന് വാനെടുത്ത് മറിഞ്ഞ് വീണത് മരിച്ചതെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു വിവരം ചോദിച്ചപ്പോൾ മനസ്സിലായി. അത് വെറുതെ ഒരു വാൻ വായ്പാറയിൽ വീണമെന്ന് ഞാൻ വിചാരിച്ചോളൂ. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഈ മാഷുമാർ തന്നെ വൈറ്റ് കൊണ്ട് വൈറ്റ് ഷർട്ടിട്ട് ഫീസ് മേടിച്ച് കള്ളും കുടിച്ചിട്ട് സിഗരറ്റ് വെച്ച് വീട്ടിലിരിക്കുന്നുണ്ട്. 10 വർഷം ജീവിക്കണം കുരങ്ങുന്ന അത്ര മനുഷ്യർ 100-200 വർഷം ബാക്കി തിരിച്ചാൽ പ്രതീക്ഷിക്കാണ്ടുള്ള അത് വ്യത്യാസം പറയും. ശിഖണ്ഡികളെ ആരാധിക്കണവരും ഇതൊക്കെ ഉണ്ടായിരുന്നു, മൃഗങ്ങളെ ആരാധിക്കണവരും. എന്നിട്ട് ആയുസ് കുറവാ അത്ര 90-65 വയസ്സ്. ഈ വെഡിത്തം വിശ്വസിച്ച് പരീക്ഷ എഴുതിയ തോൽക്കല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ. പിന്നെയല്ലേ ഇവർ കുടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഓരോ ബിൽഡിങ് പറഞ്ഞ് കുടിച്ചും ഡ്രഗ് അടിച്ച് നടക്കുന്നത്. അത് എനിക്കറിയാം എവിടെ പിഴവെന്ന് അവർക്ക് പറ്റുന്നത്. ഓരോ വെഡിത്തം വിശ്വസിക്കുക.
നിങ്ങൾ ഇത്ര മുതിർന്ന വയസ്സായത് ഈ ഇതൊക്കെ പഠിച്ചിട്ട് കുടിച്ചിട്ടൊക്കെ പഠിച്ചതല്ലേ. അപ്പം നിങ്ങൾ ഒരു ചെറിയൊരു ഇത് മതി, ഒരു ചെറിയൊരു പറയേ പഴവ്, ചെറിയ വിഡിത്ത് മതി. അത് എന്തെങ്കിലും കുടിച്ചിട്ടൊക്കെ അടിക്കാനും ബാക്കി ഷിഗണ്ടിലായിരിക്കാനും ഇപ്പം പറയുന്നത് മനസ്സിലാവാതിരിക്കാനും. വല്ല തലയ്ക്ക് സുഖമില്ലാത്തൊരു കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കരുത് പറയൂ. MDMA അടിച്ചാൽ പെടും ഇതൊക്കെ വിശ്വസിച്ച് നടക്കണവർ. ചെറിയ 10 വർഷം ജീവിക്കണ കുരങ്ങുന്ന അത്ര ഇത്രയും ഇങ്ങനെയൊക്കെ മനുഷ്യർ 100 വർഷം തിരിച്ചു തേജസ് ഒക്കെ ഉണ്ടായത്. ഇത്രയ്ക്ക് വലിയ ചെറിയൊരു വിഡിത്ത മനസ്സിലാക്കണം ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ മാറ്റാതിരിക്കാൻ? ചെറിയ 10 വർഷം അല്ല 100, 200 വർഷം തേജസ്സും തിരിച്ചും പ്രതീക്ഷിക്കാണ്ട് മൃഗങ്ങളെ പറ്റി ചെയ്യുന്നതും ബാക്കി അങ്ങനെ ക്രമിക്കുന്നതും തേജസ്സും ആയുസ്സുള്ള മനുഷ്യൻ ഏഞ്ചൽസ് എന്ന് പറയാം. അതുണ്ടായത് 10 വർഷം ജീവിച്ച കുരങ്ങെന്നാണ് ഉണ്ടായത്. ഈ വിഡിത്തം വിശ്വസിച്ച് പരീക്ഷ എഴുതിയാൽ അതിൽ തോറ്റ് പോയിട്ട് ഡ്രഗ് അടിച്ച് നടക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അത് പറഞ്ഞാൽ നിങ്ങൾ എത്ര മുതിർന്നാലും തലയ്ക്ക് പക്വത വെച്ചിട്ടില്ലാണ്. ഇല്ലാത്ത വിഡിത്ത അനിയന്മാരും കുറെ കുടിച്ച് ഉറക്ക തൂങ്ങികളും പറയിപ്പിച്ച് പറയണവരും ബോധമില്ലാണ്ട് ബെല്ലടിച്ച് എല്ലാ ദിവസവും കുടിച്ച് ഡഗടിച്ച് കിട്ടാൻ വേണം ഫ്രൈഡ് റൈസ് കഴിച്ചർദ്ദിച്ച് വർഷങ്ങളും ആഴ്ചകളും മാസങ്ങളും എല്ലാം തീർന്നുണ്ടോ? മനസ്സിലായോ? ഇതിപ്പോൾ എനിക്ക് മറ്റേ എൻ്റെ വോയിസിൽ പറയേണ്ട കാര്യമില്ല, എന്നാലും പറയണ്ട അതിന് സെയിം ഒരു ടോണിൽ പറയണേ. പിന്നെ ഇത് കോപനയുടെ കാര്യം, തളർവാദ രോഗം കിട്ടാണ്ടാവും രക്ഷപ്പെടുമോ? തളർവാദ രോഗം കിട്ടാണ്ട് അത് പോവോ? രക്ഷപ്പെടലുണ്ടാവില്ല എന്തായാലും. പത്മിനി അതൊക്കെ അല്ല. ഞാനിങ്ങനെ ഉള്ളവർ ഡ്രഗ്സ് അടിച്ച് കുടിച്ച് അഭിനയിക്കുന്നവരാണോ? നാച്ചുറലായിട്ട് വരണവർ ഡ്രഗ്സ് അടിച്ച് കുടിച്ച് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അവരെ കുറിച്ചും ഏത് വൃത്തിയുള്ള സ്ഥലത്ത് പോയാലും എവിടെ നിന്നാലും എൻ്റെ കുറിച്ച് ഒരു ആക്ടേഴ്സിനെ കുറിച്ച് ആരും പറയണില്ല. അപ്പോൾ ഹിന്ദുസ് ആയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കാര്യം കൊടുത്ത് ഞാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ വോയിസും ഇല്ല, എങ്ങനത്തെ വോയിസ് ടോൺ എനിക്ക് പറയണ്ട കാര്യമില്ല. വിഡിത്തം പറയാൻ വിഡ്ഢികളാണ് പോവുക. അത് ഞാൻ പറയില്ല. ഞാൻ റയറാന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കും, അങ്ങനെയാണ്. ഞാൻ ഇവർ കുറച്ച് 34, 26, 25, 21, 20, 15, 10 ഒരിക്കലും വീട്ടിലുള്ളവരെ കുറിച്ച് ഞാൻ പറയില്ല. ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്? ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണവർ അല്ലെങ്കിൽ ഡ്രഗ് വിഷമം ക്ഷീണം ചിന്തപരക്കുള്ളവർ ഞാൻ അടിച്ചടിച്ച് ഞാൻ ഡ്രഗ്സ് അടിച്ച് കുടിച്ച് ബീഡി വെച്ച് ഫ്രൈഡ് റൈസിൽ എന്ത് കിട്ടാൻ വീണാലും ഗുഡ്ക വീണാൽ അത് കഴിച്ച് വീണ്ടും ഛർദ്ദിക്കണവരാണ്. ഗുഡ്ക കഴിച്ചത് അറിയില്ല, കുറേ നേരം ഉറങ്ങി കഴിയുമ്പോൾ ദഹിക്കാതെ ആകുമ്പോഴാണ് വീണ്ടും ഛർദ്ദിക്കാൻ പോവുക. അപ്പോൾ കൂട്ടുകാരൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ട് അവർ തടവാൻ വരും. എനിക്ക് മനസ്സിലാവും, എനിക്ക് തടവാൻ വരും. മനസ്സിലായ? എന്നിട്ട് അവർ മീൻ കൊടുക്കും, എന്നിട്ട് കുറേ എടുക്കും. എന്നിട്ട് ചതി വന്നു കഴിഞ്ഞാൽ വേറെ വന്നിട്ട് ചതിയായി കള്ള് കൊടുത്തിട്ട് ബോധത്തിലാണ് കടന്നു, ഡൈവോഴ്സായി മറ്റേതായി. അതൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇത് ബോധത്തോടെ ചെയ്യുന്ന വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ബോധത്തോടെ ചെയ്യുന്നത് എങ്ങനെയാണ്? ചിലവരുണ്ടാവും, ചിലർ എന്തുകൊണ്ട് അവർ ഞാൻ പറഞ്ഞില്ലേ വെളുത്തു ഉള്ളവർ അവർ ഞാൻ പറഞ്ഞില്ലേ യഹൂദി ജെയിൻസ് ബാംഗ്ലൂർ പോവുക അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻസ് തൃശ്ശൂർ അടങ്ങി വരുന്നവർ പലരും ഹിന്ദുസായി മാറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ പലരും സെലക്ട് ചെയ്യും, കറുത്തവർ കുറഞ്ഞവർ സെലക്ട് ചെയ്യും. പക്ഷെ അവർക്ക് ഒരു ജൂഷ് ജീനുള്ളത് കുറച്ച് ജീൻസ് കുറച്ച് എന്ന് പറയുന്ന ഒരു തരം വിവരം ഉണ്ടാവും. പക്ഷെ തോൽക്കാൻ പിടിച്ച മോന്തിയായിരിക്കും എന്തായാലും. ഓൾറെഡി തോൽക്കാൻ പിടിച്ച മോന്തിയോ എന്താ വെച്ചാൽ ഹിന്ദുസായി മാറിയവർ, ശിഖണ്ഡികൾ ആരാധിക്കണവർ, ജനിച്ചത് തെറ്റ്. പക്ഷെ അവരുടെ ജീനിൽ ഇത് കിടക്കുന്നുണ്ട്. എന്ത് കിടക്കുന്നുണ്ട്? മെഡിറ്ററേനിയൻ ഏരിയയിൽ നിന്ന് വന്ന ഹൈറ്റും അതൊക്കെ ആ രീതിയിൽ കിടക്കുന്നുണ്ട്. ഇവ കുറെ പേരുണ്ട്, ഒരാൾ മാത്രമല്ല പലരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് അങ്ങനെ പെട്ടെന്ന് ജീവിതത്തിൽ പെടാൻ സാധ്യതയില്ലെങ്കിലും തോൽക്കാൻ പിടിച്ച മോന്തയുള്ളതുകൊണ്ട് കുറച്ച് ഇതുണ്ടോ, പ്രശ്നമുണ്ടോ? ഇപ്പോൾ കൂശ്വരയുടെ സ്വന്തം മേരിദാസൊക്കെ പറയണ പോലെ ചിലവരെന്താ ചെയ്യുക? ഗുഡ്ക വീണ ചോറ് കഴിച്ചു. ഇപ്പം ആ ആദിവാസി രീതിയിൽ തന്നെയാണ് അവർ അത് തുപ്പിയിട്ട് ഛർദ്ദിച്ച് ദഹിക്കാണ്ട് ഉറക്കം കഴിഞ്ഞിട്ട് ഇവിടെ ഉമ്മി കൊടുക്കും. അവർ ഇപ്പോൾ തടവാൻ കൊടുക്കുന്ന കൂട്ടുകാരൻ ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടോ? അവർ ചോര ഛർദ്ദിച്ചാൽ അവർ തടവും, പോട്ടെ എന്ന് പറഞ്ഞിട്ട്. ചത്തഴിഞ്ഞാൽ അവർ എന്താ എനിക്കറിയാം, ഇതൊക്കെ അറിയാം. എന്നിട്ട് അവർ കുറച്ച് അവൻ ഛർദ്ദിച്ച് ഗുഡ്ക ഫ്രൈഡ് റൈസാന്ന് പറഞ്ഞിട്ട് അവൻ ഛർദ്ദിച്ച് ചോര ഛർദ്ദിച്ച് പോട്ടെ എന്ന് പറഞ്ഞാൽ അവന് ചിരി വരും. നീ ചത്ത് കഴിഞ്ഞാൽ അവൻ ചിരി വരും. എന്നിട്ട് ഞാൻ പറയട്ടെ, ബോധത്തോടെ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. ഞാൻ പറയാം, ധൈര്യത്തോടെ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. എന്നിട്ട് രാത്രി തടവിയിൽ തന്നല്ലേ കൂട്ടുകാരൻ, എന്നിട്ട് ഉമ്മ കൊടുക്കും രാത്രി. ഇത് എനിക്ക് കണ്ടിട്ടില്ല, അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ കൊടുക്കും. എന്നിട്ട് സമ്മതിക്കാൻ വീണ്ടും കാര്യം ചെയ്തിട്ട് ബോധമില്ലാണ്ട് കള്ളുകൊണ്ട് ചേർച്ചിട്ട് അങ്ങനെ ആദ്യം കലപ്പലിയായ ജ്യേഷ്ഠ പരിക്ക് ഭാര്യ ഡൈവോഴ്സ് ചെയ്ത് പോകും കുറേ കല്യാണം കഴിച്ച് പോകുമ്പോൾ.
ഇതിപ്പോൾ മുമ്പുണ്ടായതോ ഒരു കോളേജ് സമയത്ത്. അപ്പോൾ അതൊക്കെ ആ ബോധത്തോടെ ചെയ്യുന്ന വ്യത്യാസം ഉണ്ടെന്ന് പറയണേ. ഞാൻ പറഞ്ഞില്ലേ 10 വർഷം ജീവിക്കണ കുരങ്ങുന്ന അത്ര ഇതുണ്ടായേ മനുഷ്യർ മൊത്തം. നിങ്ങൾ ശിഖണ്ഡികളായിരിക്കും പലത് പറയും. തേജസ്സും പണ്ട് വേറെ ടൈപ്പ് ആൽഫ്യം അതൊട്ട് വേറെ വ്യത്യാസമുണ്ട്. അതൊരിക്കലും 100-300 വർഷം ജീവിക്കണവർ എന്തായാലും 10 വർഷം ജീവിക്കണ കുരങ്ങെന്നല്ല ഉണ്ടായിക്കണം. 10 വർഷം ജീവിക്കണ കുരങ്ങെന്ന് മ്യൂട്ടേഷൻ ചെയ്യണ സമയം ഇല്ല. പിന്നെ എന്തിനാ ഈ മാഷ്മാരോട് വിഡിത്തം വിശ്വസിച്ച് അവർ വീട്ടിൽ നിന്നിട്ട് ഭാര്യമാരുടെ മുന്നിൽ വരെ കള്ളും കുടിച്ച് സിഗരറ്റ് വലിച്ചിരിക്കും. അതല്ല പരീക്ഷയിൽ പൊട്ടുന്നത്. ശരിക്കുള്ള കാര്യമായി മനസ്സിലാക്കുക. അത് വിപരീതമാക്കി കാണിക്കരുത്. അതാണ് പരീക്ഷയിൽ പൊട്ടുന്നത്. അപ്പോൾ അവർ ഈ വിഡിത്തം വിശ്വസിച്ച് പരീക്ഷ എഴുതുമ്പോഴേ ബാക്കിയുള്ള പരീക്ഷയും എല്ലാം മിക്സപ്പ് അത് ഇതിലേക്ക് എഴുതും. അതാണ്ടാണ് കുറേ പറഞ്ഞ് തോളുന്ന ഡ്രഗ്സ് നടക്കുന്നത്. അത് വേണ്ട, ബോധത്തോടെ ചെയ്യും. എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്ത എനിക്കറിയില്ല. നിങ്ങൾ ആരുടെ മൂഡ് നോക്കിയിരിക്കണം എനിക്കറിയില്ല. ഞാൻ ഏതൊരു പരീക്ഷ തോറ്റാലും എന്തുണ്ടായാലും ഞാൻ ഇത് ഡ്രഗ്സ് ബോധത്തോടെ ചെയ്യുന്നതും ജയിക്കുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ പറഞ്ഞിരുന്നു മുമ്പത്തെ പങ്ക്തിയിലൊക്കെ പറഞ്ഞു. ഇത് ഇപ്പോൾ എനിക്ക് ഇനി അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ശോഭനയുടെ കാര്യം പറഞ്ഞു. അവരൊക്കെ ഡ്രഗ്സ് അടിച്ച് കുടിച്ച് ഉണ്ടാക്കി നാച്ചുറലായിട്ട് വരുന്നത് ആ രീതിയിൽ പോകുന്നതാണ് അല്ലേ. വന്നിട്ടുണ്ട് അങ്ങനെ 87 വന്നിട്ടുണ്ട്. അതിൽ വേറെ കൃത്രിമം കുശുമ്പ് കുനിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ എത്ര ഓർത്തെടുത്ത് വിഡിത്തം കണ്ടാലും അത് കുശുമ്പും കുനിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ച ഫേസാണ് പിന്നെ മനസ്സിലാക്കണം. അതാണ് ഞാനിങ്ങനെ അവരെക്കുറിച്ചും ഇങ്ങനെ വേറെ വൃത്തിയുള്ള സ്ഥലത്ത് പോയി മറ്റു പോയി അവരെ കല്ല് പിടിച്ച് വാങ്ങിക്കുക കുടിച്ചിട്ടൊക്കെ പോയാ ഇല്ല, ബോധത്തോടെ പറയണേ. പിന്നെ എന്തെങ്കിലും ഞാൻ പറയാത്ത വാക്ക് ഞാൻ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉള്ളത് അത് ഇല്ലാണ്ട് ഇവിടെ പറയേണ്ട കാര്യം സൈക്ലിംഗ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയണം? എനിക്കൊന്നും പറയേണ്ട കാര്യമില്ല, കിട്ടേണ്ട നേരത്തെ കിട്ടും. ഞാൻ ഇപ്പോൾ പറഞ്ഞു റീറ്റാർഡ് പാരൻസ് നിങ്ങളാണ്. പാരൻസ് പറഞ്ഞ ശിഖണ്ഡികൾ ആരാധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ശിഖണ്ഡികൾ ആരാധിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതും വിശ്വസിച്ച് സ്വന്തം പേരും പുറത്തേറ്റ് മാറ്റി ഷിജിനും കോണങ്ങളും ഓരോ വൃത്തികൾ പറയിപ്പിച്ച് ബോധമില്ലാത്തവർ കൊടുത്താൽ പറയിപ്പിക്കാണ്ട് അറിയില്ല. എന്നിട്ട് കോപന ഷിജിനിയും 5 അടി 6 ഇഞ്ചുള്ള ഷിജിനിയും മാമുക്കോയ ഷിജിൻ ശിഖണ്ഡികളാണ് ജനിച്ചത് ശിഖണ്ഡികളായിരിക്കാൻ ഈസ് വെരി ഗുഡ്. പറയിപ്പിച്ചാൽ മാത്രം പറയിപ്പിക്കാൻ അറിയില്ല. എന്നിട്ട് കുടിച്ചിട്ട് കഴിച്ച് അതൊക്കെയാണ് ധൈര്യം. ഞങ്ങൾക്ക് ധൈര്യമുള്ള ഒരു ലക്ഷണമാണ് ശിഖണ്ഡികളെ വൃത്തിയും കുടിച്ചിട്ട് അകടിച്ച് ബോധമില്ലാണ്ട് ഛർദ്ദിച്ച് ഇല്ലാണ്ടാവുന്നത്. ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറയുന്നതാണ് ധൈര്യം. സ്വന്തം ജീവിതത്തിന് അർത്ഥമില്ല, ഞങ്ങൾക്ക് ഏതെങ്ങനെ പേലില്ലാണ്ട് ചാവാന്ന് പറയുന്നതാണ് ധൈര്യം. അതാണ് കോപന പറയുന്നത്. അപ്പോൾ കൈവിട്ടു വെഡ്ഡികൾ യെസ്. അപ്പോൾ ബാഹുബലി സിനിമയില് ഞങ്ങളൊക്കെ വെഡ്ഡിക്കൂട്ടങ്ങളാണ്, നിങ്ങളെല്ലാം വെഡ്ഡിക്കൂട്ടങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ വെഡ്ഡിക്കൂട്ടങ്ങളാണ്, ഞങ്ങൾ ശിഖണ്ഡി, ഞങ്ങൾക്ക് ആയിരുന്നു കൂട്ടി ചത്ത മതി. ഇങ്ങനെയൊക്കെ പറയണവരെന്ത് ചെയ്യണം? ഇവരൊക്കെ എന്തിനാണ് ജനിച്ചത്? എല്ലാവരും ഉള്ളപ്പോൾ ഇത് പറയില്ല. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തലേക്ക് കിടക്കണ രീതി പറഞ്ഞ ശിഖണ്ഡികൾ ആരാധിക്കണവർ ഈ വിലയാണ് സാവണം. എങ്ങനെയാണ് ഈ വിഡിത്തം? ഒരു 1 തൊട്ട് 10 വർഷം വരെ ജീവിക്കണം കുരങ്ങെന്നാണ് ഇതൊക്കെ ഉണ്ടായി. വിഡിത്തം വിശ്വസിച്ചിട്ട് പരീക്ഷ എഴുതി പൊട്ടി മാഷുമാരോ ഡ്രഗ് കുടിച്ചും കള്ളും കുടിച്ച് ഷെയറിക്കണവർ അതും കണ്ട് മൂട് നോക്കി കടിച്ച് കുടിച്ച് ഇല്ലാണ്ടാവണവർ തോറ്റ് തൊപ്പിയിട്ട് എന്തൊക്കെയാവണവരെന്ത് പറയണം? ഇവരൊക്കെ മനുഷ്യർ തന്നെയാണോ എന്ന് ഞാൻ ചോദിക്കണം. വിഡിത്തം വിശ്വസിച്ചില്ലാണ്ടാവുക അതിൻ്റെ അർത്ഥം എന്താ? ജീവിതത്തിന്റെ അർത്ഥമില്ലാന്ന് പറഞ്ഞാൽ ശരിയാ. ജീവിതത്തിന്റെ അർത്ഥമില്ല. അർത്ഥം ഉണ്ടെന്ന് കാര്യങ്ങൾ മുൻവർഷം അങ്ങനത്തെ കാര്യത്തിൽ എത്തിക്കാൻ നോക്കുമ്പോൾ ജീവിതത്തിന്റെ അർത്ഥമില്ല. ഞങ്ങൾക്ക് വായന്ന് വളി വിട്ട് വായന്ന് നമുക്ക് പാരലിസിസ് ആവണം, ഞങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനെ തളരാതെ രോഗം പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് ആരും നല്ല നമ്മളങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളവർ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളവർ കുറ്റം പറയും. നാവെന്ന് വളി വിട്ടെന്നാവും. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ആരും കോപ്പി ചെയ്യും. നമുക്ക് സ്വന്തമായിട്ട് പറയാനൊന്നും അറിയില്ല. വേറെ ആൾക്കാർ നമുക്ക് ഡബിങ് ചെയ്യുക, അതും കോപ്പി. ഭാഗ്യലക്ഷ്മി ശബ്ദം വോയിസ് കണക്ഷൻ അതും കോപ്പി. 1989 തൊട്ട് അതും ഞങ്ങളങ്ങനെ. എന്നിട്ട് കോബന എന്ന് പറഞ്ഞിട്ട് അവർ നടക്കുന്നുണ്ട് വീടുകൾ. എന്നിട്ട് ഈ വീട്ടിലത്തെ വിശ്വാസം നടക്കുന്നവരുണ്ട്. എന്നിട്ട് വായന്ന് നമ്മൾ നാവിന് വളി വിട്ട മോന്ത അത് നമ്മൾ ചിരിച്ചാലും വളി വിട്ട മോന്തയാന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് തേർന്ന് കൂട്ടി വാങ്ങും. ശരിയല്ല എന്നൊക്കെ പലരും പറയും. നമ്മൾ ചെയ്യുന്ന വളി നാവൊക്കെ മൂട്ടിന്ന് വളി വിട്ടാൽ ശരി, ഓക്കെ നാച്ചുറല്. എന്നിട്ട് വളി വിടുന്ന തെറ്റാന്ന് അറിയാം. പക്ഷെ ഞങ്ങളിങ്ങനെ ഇതും കേട്ട്
ഞങ്ങളിങ്ങനെ എത്ര ചിരിച്ചാലും അറിയാം ശരിക്കുള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പള്ളിപ്പെട്ട മോന്തെന്ന് അറിയാം ഞങ്ങളുടെ. പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ടാലൻസ് ക്വാളിറ്റീസ് ഒരു ആര് പറയിപ്പിക്കാണ്ട് ഒരു ഇങ്ങനെ കാര്യങ്ങൾ പുറപ്പെടുവിക്കാനും കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഇതില്ല. പക്ഷെ ആര് പറയിപ്പിച്ച് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ സ്വന്തമായിട്ടൊന്നും പറയാറില്ല. എന്താ ശിഖണ്ഡികളെ ആരാധിക്കാൻ ജനിച്ചതല്ലേ, അപ്പോൾ ഞങ്ങൾക്കൊന്നും സ്വന്തമായിട്ട് പറയാറില്ല. പക്ഷെ ശരിക്കുള്ള ഒരാരെന്ത് പറഞ്ഞാലും ഞങ്ങളത് വിപരീതമാണെന്ന് പറയുള്ളൂ. ഞങ്ങൾക്ക് അരിശാണ്, ശരിക്കുള്ളത് കേൾക്കുന്നത് അരിശാണ്. ഞങ്ങൾ തെറ്റ് ചെയ്ത് ജീവിച്ചവരാണ്. തെറ്റ് ജീവിച്ചായിരുന്നു കുട്ടി വാങ്ങുള്ളൂ. ഇതെന്താ ഞങ്ങൾ പറ്റിയത്? ഷിജീനും മുസ്ലിമും ഹിന്ദുവും റോമൻ കാത്തലിക്കും എല്ലാം അതാണല്ലോ വിപരീതം. അതുപോലെ നിങ്ങൾ തലയ്ക്ക് ഒരു പിരി ഇളകിയിട്ടുണ്ടോന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ ചിന്തിക്കുന്നതാണ് ഞാൻ ചിന്തിക്കണം, അല്ല ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താ ഒരു ഹെൽസിനോട് പേടി? അവർക്ക് MDMA കഴിച്ചവരാണ്, അവർക്ക് ഇതില്ല, പകത്തിരിവില്ല. ഏതാ ശരി ഏതാ തെറ്റെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുമ്പോൾ നിനക്ക് ഫുള്ളായിട്ട് നിന്നോട് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ അത് അവരുടെ തെറ്റാണ്, നിന്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ പോയി പറഞ്ഞിട്ടുണ്ട്, മൊത്തം ഇവർക്ക് എല്ലാവർക്കും പിരി ഇളകിയിരിക്കുകയാണ്, ഇവൻ്റെ ഭാഗത്തല്ല കുഴപ്പമൊന്നും. ഞാൻ അറിയാം ആരോഗ്യ പറഞ്ഞത് കണ്ണൂർ. നിപ്പ വന്നത് ഞാൻ പറഞ്ഞില്ലേ, ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ആദ്യം കണ്ണൂർ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലം കേരളമായിട്ട് ബന്ധമില്ല എന്നല്ല, ഞങ്ങൾക്ക് അവിടെ പോകുന്നില്ല. തൃശ്ശൂരും കൊച്ചിയായിട്ട് കണക്ഷൻ ഉള്ളത്, അതിനനുസരിച്ച് നിൽക്കുന്നത്. കൊച്ചിയിൽ ഒരാളെ മാത്രമുള്ള കൊച്ചിയിൽ എത്ര പേരുണ്ട് കൊച്ചിയിൽ? നിങ്ങൾ ഓരോ എണ്ണിയുണ്ട് നോക്കി. ആര് ഞാൻ അന്ന് പോയിട്ടില്ല, നടന്നു പോയില്ലേ അന്ന്. അമ്മാമ്മയുടെ നമ്മുടെ അമ്മാമ്മയില്ലേ റോസി കുറ്റുകാരൻ, അതുപോലത്തെ കുറേ മുഖങ്ങൾ ഞങ്ങളുണ്ട് അമ്മാമ്മയുടെ പോലെ കൊച്ചി. അപ്പം അതാണ് ഒരു ഇതനുസരിച്ച് ഇവിടെ തന്നെ തങ്ങി നിൽക്കണം, ഇവിടെ തന്നെ ഉണ്ട്. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക ഇവിടെ ഇതൊക്കെയാന്ന്. ഇപ്പം അങ്ങനെ കണ്ണൂർ അമ്മാമ്മയുടെ മുകളിലൊരു നമ്മളൊരു യൂട്യൂബിലൊരു ചാനൽ വരാറില്ലേ, ഒരു 3 ഫാമിലി കാണിക്കുന്നത്, ഒരു അമ്മാമ്മയും അതിൻ്റെ മരുമോളും മരുമോനും. കണ്ണൂർ ഏരിയ എന്ന് തോന്നുന്നു, കാസർഗോഡ് ഏതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ മുകൾ അതനുസരിച്ച് കുറേ ജീൻസ് വ്യത്യാസമുണ്ട് ഇവിടെ തന്നെ. മെഡിറ്ററേനിയൻ ഏരിയ എന്ന് വന്ന് പല മുഖങ്ങളും. അപ്പോൾ മനസ്സിലാക്കുക എന്താ ഇതൊക്കെ കാര്യങ്ങൾ. ഇപ്പോൾ 1956 കേരള പിറവി അതല്ല, ഗോവ എന്ന് പറയുന്നത്. അതല്ല, ഗോവ എന്ന് 1987 പുതിയ യുഗത്തിൽ കയറി. അപ്പോൾ തന്നെ നമ്മുടെ 7th ഓഗസ്റ്റ് ആണെങ്കിലും 95-96 തേർഡ് സ്റ്റാൻഡേർഡിലുണ്ട്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ഉള്ള കാര്യമില്ലായിരുന്നു. അത് നാനയുടെ ബർത്ത് ഡേറ്റും ബർത്ത് ഇയറും. അപ്പോൾ ഈ ഡാഡിയുടെ മമ്മി കല്യാണം 1987, ഗോവിന്ദ് വരണ ഈ 27, 1999 എല്ലാം കൂടി കളർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂട്ടി കളർത്താണ് വരുന്നുണ്ട്, അവിടെ ഇവിടെ കാണിക്കരുത്. അപ്പോൾ ഈ 1980 അതാണ് പുതിയ സംസ്ഥാനം എന്ന് പറയുന്നത്. ഗോവ എങ്ങനെയാണ് പുതിയ സംസ്ഥാനമായത്? 1987 തുടങ്ങി 1988 ഉൾപ്പെടുത്താം അവിടെ. 1988, 1989 അവിടെ ആ ഭാഗത്ത് ടെറിട്ടറി ആയതുകൊണ്ട് അധികം ഹിന്ദിക്കാർ ആ ഭാഗത്തേക്ക് പോകണല്ലേ. ആ 1987, 1988, 1989, ആ 1997, 2000, 2005 വരെയെങ്കിലും. പിന്നെയാണ് കുറേ അങ്ങോട്ടൊക്കെ വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോഴത്തെ ഗോവയാണ് അന്നത്തെ ഗോവ എന്ന് വിചാരിച്ചിട്ടൊരു കാര്യമില്ല. ഇപ്പോഴും നമ്മുടെ സിനിമകൾ നിർമ്മിക്കണല്ലേ. അപ്പം മലയാള സിനിമ ആദ്യമായിട്ടാണ് 95 പോയിക്കണം, 97 ഇറക്കി. ഞങ്ങൾ സ്ഥലം സാൻവേഡും കുറിച്ചോറും ചാന്തോറിനും അടുത്ത്. സാൻവേഡും കുറിച്ചോറും മഡ്ഗൗൺ ചാന്തോർ സാൻവേഡം കുറിച്ചോറോ ആൻസോന്നുള്ളൂ 3 days ആണ് പുള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അതിപ്പോൾ ആ രീതിയിൽ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ 2005, 2015 പലരും അവിടെ ഉണ്ടാവും. അത് വിചാരിച്ചിട്ട് പണ്ടത്തെ ഗോവയെന്ന് വിചാരിച്ചിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല അവിടെ. ചിലപ്പോൾ ഒരു അങ്ങനെ തങ്ങി വെച്ചാൽ ഗോവയിൽ അങ്ങനെ മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴും അവിടെ ജനിക്കണ പിള്ളേർ ആ രീതിയിൽ തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇപ്പോഴും അവിടെ ജനിച്ചാലും ഞാൻ ആ ടൈപ്പിൽ തന്നെ വളർന്നവരെ. എന്ന് വെച്ചാൽ അവിടെ തങ്ങി നിൽക്കുന്നത് കൊങ്കണിയും പോർച്ചുഗീസും ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ്. ഇപ്പം ജനിച്ചാൽ ആ ടൈപ്പിൽ തന്നെ ഇപ്പം ഞാൻ ഇവിടെ ജനിച്ചത്. പക്ഷേ ഇപ്പം ജനിക്കേണ്ട കാര്യമില്ല. അപ്പം പെർഫെക്റ്റ് ജനിച്ച് വന്നു. അതൊരു പ്രത്യേക രീതി തന്നെ പറഞ്ഞു. അവിടുത്തെ വാട്ടർഫോൾ എല്ലാം ഒരു റൗണ്ടിൽ ലഷ് ഗ്രീൻ എല്ലാം തങ്ങി നിൽക്കുന്നുണ്ട്, ബീച്ചും എല്ലാം. അവിടുത്തെ പോർച്ചുഗീസ് കോളനൈസേഷനും അങ്ങനെ.
അപ്പോൾ ഓരോ ഇതിനും ഒരു സമയത്ത് ചോദിക്കണം അത് തന്നെ ഞാൻ വയ്ക്കുന്നത് നിങ്ങൾ ജനിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഏതോ ഡ്രഗ് അഡിക്സിനെയും ഏതോ കുറ്റമറൊക്കെ വായനോ നാവുന്ന വളി വിട്ടുള്ളവരും ആലോചിച്ചുകൊണ്ടിരുന്ന ഏത് വിട്ടിനെയും സ്വപ്നമാണ് എനിക്കറിയില്ല. ഇനി പെണ്ണ് പിൽസ് അബോർഷൻ പ്രഗ്നൻ്റായി നടക്കുന്നവരുണ്ട്. അവർ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം ഞാൻ എൻ്റെ മോശം അവിടെ ചെന്നാലും ഞാൻ പറഞ്ഞില്ല ആ ഒരു അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. മീൻസ് അതിൽ തന്നെ ഒരു കാരണം ഇപ്പം ഞാൻ അവിടെ ഇപ്പം ജനിച്ചാലും ആ ഒരു ആ ഇതുണ്ടല്ലോ എന്താ പറയുന്നത്, ഓറാന്നല്ല പറയണ്ട, ഒരു ഇതില്ലേ ഓസോൺ ലെയർ എന്ന് പറയില്ലേ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഇപ്പോൾ ഒരു ശരീരം ഉണ്ടാക്കാൻ അതിനൊരു ഇതുണ്ടാവില്ലേ, നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ മുഖമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. എന്താ പറയാനെ, എന്താണ് ബോഡി ലാംഗ്വേജ് അല്ല എന്തൊരു ഇത് പറയില്ല, ഓറാന്ന് എന്തോ പറയില്ലേ, അതിന് വ്യത്യാസം ഉണ്ടോ? നമ്മൾ അത് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സംസാരിച്ച് വരുമ്പോൾ നമുക്കൊരു എന്തോ ഒരു വ്യത്യാസം തോന്നും. അപ്പോഴും നിങ്ങൾ 5 അടി 6 ഇഞ്ച് മാമ്പുക്കോയ പക്രു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ 100 പേരെ വിളിച്ചുകൊണ്ട് വന്നാലും എനിക്ക് വിളിക്കണ്ടാവില്ല. അപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് പറഞ്ഞ ചിരി വരണം പറയാം. അപ്പോൾ അതുപോലെ തന്നെ പോണപ്പിക്കാം. പിന്നെന്താ പറഞ്ഞേ, നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം. മനസ്സിലായ? ഇത് കേൾക്കുമ്പോൾ ചൊറിച്ചിലുള്ളവർ ഇത് റെക്കോർഡിങ് ചെയ്യണം, എന്തെങ്കിലും ചെയ്തോട്ടെ. നിങ്ങൾക്കിതിൽ നിങ്ങൾ വീട്ടിൽ കൈ തലയിടേണ്ട കാര്യമില്ല. ശരിയത് എന്ന് വെച്ചാൽ പല ചോദ്യങ്ങളും അതിൻ്റെ ഇടയിൽ വരും. പിന്നെ കയ്യിൽ അവിടെ ഇവിടെ ഒഴിക്കണ കാര്യങ്ങളൊക്കെ പ്രൂഫായിട്ട് എല്ലാം എൻ്റെ കയ്യിൽ വെക്കേണ്ട രീതിയൊക്കെ എനിക്കറിയാം. വന്നില്ലെങ്കിലും ആയില്ലെങ്കിലും ആ രീതിയിലുള്ള സംസാരം അവിടെ വരെ എത്തിക്കും. പിന്നെ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ അവിടെ ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ള യോജിച്ചിട്ടുള്ള ഓരോ സന്ദർഭങ്ങളും കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഡ്രഗ് അടിച്ചുപിടിച്ച് നടന്നിട്ട് പിൽസും അബോർഷൻ ചെയ്ത് നടന്നിട്ട് ആരും ഇത് പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെടും. അവർ അന്തം കുതലാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ഓർഡർ വെച്ചിട്ട് ഒരു ക്രിസ്ത്യാനിറ്റിക്ക് ആയിട്ട് കണക്ഷനായിട്ടുള്ള അന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അന്നുള്ള എന്തുണ്ടായി അവിടെ വെച്ച് എന്താ കണക്ഷൻ, ശിഖണ്ഡികൾ ആരാധിക്കാൻ കാണിക്കേണ്ട കാര്യമുണ്ടോ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച്, അതാ പറയണേ. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് വിപരീതമായിട്ടുള്ള ഒരു കേൾക്കാണ് ഇരിക്കണവർ. ഇത് റെക്കോർഡിങ് ആണെങ്കിൽ ഏതാണെങ്കിലും അവർക്ക് ഇത് കേൾക്കേണ്ട കാര്യമില്ല, കേൾക്കാൻ ബാധിച്ചതല്ല. അവർക്ക് ഇത് കേൾക്കുമ്പോൾ ശരി കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഇവർ കേൾക്കേണ്ട കാര്യമില്ല. ഒരു 3-4 വർഷം ഇത് ഓഫാക്കിയിട്ട് കിടന്നുറങ്ങുകയും സ്വന്തം കാര്യം ചെയ്യുകയും ബാക്കി എന്താ വെച്ചാൽ ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. ഞാനിവിടെ മൈക്കിൽ 7 മൈക്കും വിളിച്ചിട്ടുണ്ട്, സ്പീക്കർ മെഗാഫോണും എല്ലാം കൊണ്ട് 3 മുക്കിൽ ഇത്ര വലിയ ബോക്സ് പോലത്തെ വെച്ചിട്ട് ഒരു 10 കിലോമീറ്റർ അകലെ കേൾക്കണ രീതിയിലല്ല പറയണേ. ഇവിടെ ഈ റൂമിൽ പറയണേ. ഈ റൂമിൽ പറയുമ്പോൾ അതിന് വേണ്ടിയാണ് പറയണേ. ഈ റൂമിൽ പറയുമ്പോൾ തൊട്ടപ്പുറത്തെ ഒരു ചെറിയ ഒരു എയർ പാർട്ടിക്കിൾ വരെ ആ ഭാഗത്തേക്ക് നീങ്ങിയിട്ട് അപ്പുറത്തെ ഇവിടേക്ക് കേൾക്കില്ല. അപ്പോൾ നിങ്ങൾ പറയണ വിഡ്ഢിത്തരം, നിങ്ങൾ വേറെ എന്താ ആവശ്യമില്ലാണ്ട് നാടകം കളിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കുറിച്ച് പറയണമെന്ന് അടുത്ത് വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയുണ്ടാവില്ലേ. പിന്നെ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളിൽ ചിരിച്ച് പറയാമെന്നല്ലാണ്ട് വേറെ ഒന്നും പറയും. ഉള്ളിലത്തെ ചിരി പുറത്തേക്ക് കാണണല്ലേ, ഉള്ളിലുള്ള ഇപ്പം ഞാൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ ഏത് വിഡ്ഢി ഏത് പക്രൂരിയും സ്വപ്നം കാണണേ. ജമ്മ ഹർഷ ഹാരിസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ ചിരി വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ, മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അത് നിങ്ങൾ തോൽക്കുന്നതും ഞാൻ ജയിക്കുന്നത്. ഞാൻ ഫുൾ ബോധത്തോടെ പറയണേ, പല വർഷം പറയും എന്ത് ചെയ്താലും തിരിച്ച് പ്രതീക്ഷയാണ് സ്നേഹിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കൈയിടേണ്ട കാര്യമില്ലെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങുക. 3-4 വർഷം കിടന്നുറങ്ങിക്കുക. ഇത് പറഞ്ഞത് ക്രിസ്ത്യാനിറ്റി യോജിച്ചിട്ടുള്ള സന്ദർഭമാണ് പറയണത്. നിങ്ങൾക്ക് ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും തമ്മിൽ അരിച്ചു പറഞ്ഞ ഇവർക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ, ചൊറിച്ചിലുണ്ടെങ്കിൽ കേൾക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങാം, ഭക്ഷണം ഉണ്ടാക്കാം, ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എവിടെ വരെ എത്തിക്കാം. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ തലയ്ക്ക് സുഖമില്ലാത്തൊരു MDMA കഴിച്ച് നടക്കണവരും ഇത് പറയില്ല. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ കോസ്മിക് വിഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ പറയുമ്പോൾ ആ ടൈപ്പിൽ തന്നെ പറഞ്ഞു തരുന്നത്. ആവശ്യമുള്ളപ്പോൾ കാര്യങ്ങൾ ചെയ്യും. പിന്നെ എന്നിട്ട് പറഞ്ഞ ഈ MDMA പറയുന്നത് ശരി ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ശിഖണ്ഡികൾ ആലോചിക്കാൻ പറഞ്ഞ സന്ദേഹം നമ്മൾ ജനിച്ച് 2 കുട്ടി വാങ്ങാൻ വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പണ്ട് ഡാഡിയും ഡെന്നീസും മമ്മിയും എല്ലാവരും കൂടി
ചെയ്യാരത്ത് ഞാൻ 5 ഇപ്പോൾ ടേബിളൊക്കെ കാണണ്ട് ഉറക്കത്തിന് പറയില്ലേ, ആ രീതി ഉറക്കം വിട്ട് എന്നെ ആശിക്കുന്ന അറിയില്ല. പപ്പനും അങ്ങനെ ആയിരുന്നു, എല്ലാവരും വീട്ടിൽ ഉറക്കം വിട്ട്. പക്ഷെ എനിക്കങ്ങനെ തോന്നാറില്ല. ഒരു 12, 15 പിന്നെ വൃത്തിയുടെ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് അവരെന്തെങ്കിലും ചെയ്താലും വേറെ ചിലവരാൾ വിറ്റോ, പക്ഷെ എനിക്ക് ബാക്കിയുള്ളവർ ചെയ്താലും എനിക്കങ്ങനെ തോന്നാറില്ല. 20, 25 ഇംഗ്ലണ്ടിൽ പോയപ്പോഴും തോന്നിയില്ല. 25, 26 പിന്നെ 28, 29 വയസ്സ് സെക്കൻഡ് ടൈം പോയപ്പോഴാണ് ഞാൻ കന്നഡ തെലുങ്കൊക്കെ എനിക്കെന്തോ ഒരു അവിടെ കന്നഡ തെലുഗു അങ്ങനെ അധികമൊന്നും ഇല്ലെങ്കിലും കൊങ്കണി കേട്ട് ശീലമുണ്ടെങ്കിലും എന്തൊരു ചെറിയ കണക്ഷൻ ഉള്ളതുകൊണ്ട് അവിടേക്ക് ഫ്രീ ആയിട്ട് പിടിച്ചു വെക്കാണ്ട് കാര്യങ്ങളൊക്കെ പിടിച്ചു വെക്കാണ്ട് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ തോന്നി. അതിൻ്റെ ഇടയിലും പുറകിൽ നിന്ന് പോകുമ്പോൾ നല്ല പബ്ലിക്കെന്നല്ല ഒരു തരം ഇങ്ങനെ ഫ്രീ ആയിട്ട് പോയി. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരുന്നു അവിടെ, ഏത് രീതിയിലാണെങ്കിലും. ഇപ്പോൾ സിംഗിങ് ആണെങ്കിലും എക്സ്പ്രസ് ആണെങ്കിലും ലൈഫ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിലും ബാക്കി എന്താ ചെയ്യുകയാണെങ്കിലും സ്വന്തം വണ്ടിയില്ല. പിന്നെ 3rd ടൈം പോയപ്പോഴാണ് വണ്ടി മേടിച്ച് അവിടെ പോയത്. അപ്പോൾ 7302 ചന്താപുര. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ അതിലേക്ക് എഴുതിയത് അറിയാം. അപ്പോൾ മനസ്സിലാക്കുക. ഞാൻ അവർ കുറച്ച് ഇവിടെ എന്തായാലും പറയാമെന്ന എന്തോ ഓരോ സമയം അനുസരിച്ചാണ് ഓരോന്നും നടക്കുന്നതും അതനുസരിച്ച് വരുന്നതും. അത് മുമ്പേ തൊട്ട് അങ്ങനെ മനസ്സിലാക്കി വെച്ചത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ 28, 29 പ്രത്യേകത എന്താ? പിന്നെ 27 വയസ്സ് കഴിഞ്ഞ് 28, 29 വരുമ്പോൾ 89 ജനിച്ചു കഴിഞ്ഞ 1 വർഷം തികയണ സമയമാണ്. അപ്പോൾ സെക്കൻഡ് ടൈം പോകുമ്പോഴും ഒരു ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പിന്നെയും സെക്കൻഡ് ടൈം പോകുമ്പോഴും അന്നൊന്നും അധികം വാക്കുകൾ പറയാനുള്ള സർക്കംസിഷൻ ചെയ്തിട്ടുള്ള സർക്കംസിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് 26 വയസ്സ് കഴിഞ്ഞിട്ട് 27 ഛത്തീസ്ഗഡ് പോയി കഴിഞ്ഞ് എല്ലാം തീർന്ന് തിരിച്ചു വന്ന് 28, 29 വീണ്ടും സെക്കൻഡ് ടൈം ബാംഗ്ലൂർ പോകണം അല്ലേ. അപ്പോൾ വൃത്തിയുടെ സ്ഥലത്താണ് ഏതാണെങ്കിലും പിന്നെ 30 വയസ്സിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 28, 29 വയസ്സിൽ തന്നെ 30 വയസ്സ് അതിൻ്റെ തയ്ക്കുമ്പോഴേക്കും കേരള ഫ്ലഡ്സൊക്കെ വന്ന് തീർന്നു. എല്ലാം മുങ്ങി. അപ്പോൾ ഇറ്റ് വിൽ കം ഫ്രം വിതിൻ ഇൻസൈഡ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് നെസസറി ടു കം ഫ്രം ഷോർ ഇറ്റ് സെൽഫ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീസെൻറ്റ് സിറ്റുവേഷൻ മില്യൺസ് ഓഫ് പീപ്പിൾ വിൽ ഡൈ എന്ന് പറഞ്ഞു. അപ്പോൾ അത് within with my death ഹോൾ വേൾഡ് വിൽ ഡൈ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനത് ആവർണയമായി പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞാൽ വിത്ത് മൈ ഡെത്ത് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഉദ്ദേശിച്ചത് എന്താ, ഞാൻ എന്തെങ്കിലും അന്ന് അമ്മാമ്മയും പപ്പനും 2000 ചെയ്തത് 2000 നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചില്ല. എന്തോ ആ സമയത്ത് ചിക്കൻ ബോക്സും ഒന്ന് കാണണ്ട് മാച്ച് പറയിപ്പിച്ചാൽ ഞാൻ പറയാതിരുത്താണ് ചെയ്തിരുന്നത്. അന്ന് 11 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ അതിനുള്ള കാര്യം വരുന്നുള്ള ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. വിത്ത് മൈ ഡെത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിത്ത് മൈ ഡെത്ത് വേൾഡ് വിൽ എൻഡ് എന്നാണ്. അപ്പോൾ അത് എന്താ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് എന്നാണ് ഉദ്ദേശിച്ചത്. മെറ്റീരിയലിസ്റ്റിക് വേൾഡ് എർത്ത് കനകനുണ്ടോ? മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വിൽ എൻഡ് എന്ന് പറഞ്ഞത് മീൻസ് എന്നത്, ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്ത് തുടങ്ങി എന്തെങ്കിലും എന്തെങ്കിലും കുറച്ച് ഇങ്ങനെ വേർഡ്സ് എന്തെങ്കിലും എവിടെയെങ്കിലും പ്രത്യേക സ്ഥലം ഉണ്ടാവില്ല പറയണേ. ചിലപ്പോൾ ഒരു ശവമായിട്ട് കിടക്കണ സ്ഥലത്തായിരിക്കും പറയണേ. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വിൽ എൻഡ് എന്നാണ് പറഞ്ഞത് അല്ലേ. വിത്ത് മൈ ഡെത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ വിത്ത് മൈ ഡെത്ത് എൻ്റെ അർത്ഥം എന്താ? ഞാൻ എന്തെങ്കിലും വിത്ത് മൈ ഡെത്ത് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയ ജീവനോട് പറഞ്ഞു തുടങ്ങിയ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൻ്റെ എൻഡ് ആവുമെന്നാണ് പറഞ്ഞത് അല്ലേ.
വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റീരിയലിസ്റ്റിക് വേൾഡ്. മറ്റേ ആൽഫയുടെ സമയമില്ല, അതിനുള്ള ശിഖണ്ഡികൾ ആരാധിക്കുന്നൊക്കെ തുടങ്ങിയില്ലേ ഏഷ്യയും പരിഭവം. ആ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൻ്റെ എൻഡ് എന്നാണ് പറഞ്ഞത് ഞാൻ. മനസ്സിലായി? ശിഖണ്ഡികൾ ആരാധിക്കുന്നത് വിത്ത് മൈ ആൻഡ് വേൾഡ് വിൽ എൻഡ് എന്ന് പറയുന്നത് എന്താ? മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വിൽ എൻഡ് എന്ന് പറയുന്നത് എന്താ? ഒമേഗ എന്ന് പറയുന്നത് എന്താ? തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, വിവാഹത്തിന് ഉടമ്പടിയില്ല, സ്പിരിച്വൽ ബ്രൈഡ്. അതൊക്കെ മെറ്റീരിയലിസ്റ്റിക് വേർഡിന് വ്യത്യാസമല്ല. സ്പിരിച്വൽ ബ്രൈഡ്, വിവാഹത്തിന് ഉടമ്പടിയില്ല, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാണ്ട്, അവരുടെ വിഡിത്തം മാറുന്ന പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയൊക്കെ പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് വേൾഡിൻ്റെ എൻഡാണ്. വിത്ത് മൈ എൻഡ് ഞാൻ തന്നെ ചെയ്ത് തുടങ്ങിയ വിത്ത് മൈ എൻഡ് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വിൽ എൻഡ്. വേൾഡ് വിൽ എൻഡ് എന്ന് പറയുന്നത് എന്താ? ഏഷ്യയും പരിഭവമൊക്കെ മറന്ന് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, സോഷ്യൽ വാക്കുകൾ പറയാണ്ട്, സ്ട്രെങ്ത് ആയിട്ട് സ്പിരിച്വൽ ബ്രൈഡ്, വിവാഹത്തിന് ഉടമ്പടി ഇല്ലാണ്ട്, അതൊക്കെ വരും എന്നുള്ള കാര്യം പറഞ്ഞത്. മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വിൽ എൻഡ് എന്നുള്ള കാര്യം പറഞ്ഞത്, അല്ലാണ്ട് എർത്ത് പോണ രീതിയല്ല പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ തന്നെ പോകണം. ഈ മൂമിയും മുസ്ലിംസും ഒന്നും പറയില്ലേ? എന്നുവെച്ചാൽ മുസ്ലിംസിന് ഷൂർഖാനും മരുന്ന് കൂട്ടി വാങ്ങണവരും പറപ്പിച്ച് പറയണവരും ബൂസായിട്ട് നടക്കണവരും ഏതോ പഴകിയ ഒരു 1947 തൊട്ട് 1987 വരെയുള്ളവരും ഒരു കണക്ഷൻ ഇല്ലാത്തവരും മാമുക്കോയകളത് പറയില്ലേ? അവർക്ക് പറപ്പിച്ച് പറയണ ഡ്രഗ് അഡിക്ട്സ് പറപ്പിച്ചാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ ഞാൻ ഡിപ്പെൻഡ് ചെയ്യണല്ലേ. ഇത് കൊറോണ ഡിറൈവേറ്റീവ് എന്താ പറഞ്ഞത്? ആ ഡിറൈവേറ്റീവിന് പ്രത്യേകത ഉണ്ട്. ഇത് വേൾഡ് മൊത്തം കിട്ടിയതാണ്. അവിടെ ഒരു സ്ഥലത്ത് ഒരു ഡിസ്ട്രിക്റ്റിൽ അടഞ്ഞു കൂടിയതല്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ശ്വാസം മുട്ടൊക്കെ പോയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ശ്വാസം മുട്ടി അത് കിട്ടിയത് എന്തുകൊണ്ടാണ്? അത് സാർസ് വൈറസ് തന്നെ പോയതാണ്. അതിന് വലിയ വാക്സിനേഷൻ ഒന്നും ഉണ്ടായില്ല. പണ്ട് 2005 2003 അങ്ങോട്ട് വന്നത്. അത് ചൈനയിൽ മാത്രമായിരുന്നു. കൊറിയയിൽ മാത്രമേ ഉണ്ടായുള്ളൂ. അതെന്തുകൊണ്ടാണ്? അന്ന് വലിയ ടെക്നോളജിയും വലിയ ഡയറക്റ്റ് ഫ്ലൈറ്റ്സും മറ്റൊന്നും ഇറങ്ങിയിട്ടില്ലേ. അതുകൊണ്ടാണ് അന്നല്ല, അല്ലെങ്കിലും അങ്ങനെ പടർന്നില്ല. പിന്നെ അപ്പോൾ അമ്മ ഇപ്പോൾ പിന്നെ 11 വയസ്സാണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇപ്പോൾ ചെയ്യണം. ഇനിയുള്ളത് പ്രയേഴ്സും വർഷിപ്പും അങ്ങനത്തെ അറ്റംപ്റ്റും ഒരു ലോങ്ങവിറ്റി ചെയ്യാൻ കാര്യത്തിൽ നോക്കണം. അപ്പോൾ EPC എന്ന് പറയുന്നത് ഒരു ഡിറൈവേറ്റീവ് വന്നാണ്ടല്ലോ. ഈ കൊറോണയുടെ തന്നെ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ഡിറൈവേറ്റീവ് ഉണ്ടല്ല. കൊറോണയുടെ ഒരു തരം ചക്രത്തിൻ്റെ ഉണ്ടയുടെ മുകളിൽ കുറേ സ്പൈക്സ് നിൽക്കണം. സ്പൈക്സ് ട്രയാങ്കിൾ ഷേപ്പിൽ നിൽക്കണം അല്ലേ? സ്പൈക്ക് ഷേപ്പിൽ നിൽക്കണം. അത് ഒരു ഡിറൈവേറ്റീവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ലോങ്ങവിറ്റിക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ചിലപ്പോൾ കുറേ വർഷം എടുക്കുമായിരിക്കും. ചിലപ്പോൾ 10 വർഷം, 15 വർഷം, 20 വർഷം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോഴത്തെ വയസ്സായവർക്ക് കിട്ടണമെന്നില്ല. അവർക്ക് ആയിരുന്നു കുട്ടി സാവാനായിട്ടില്ല റെഡി ആയിട്ടിരിക്കണം. നമുക്കൊന്നും അറിയില്ല, വേണ്ട എന്നുള്ളത് പറയണേ. അപ്പോൾ ആവശ്യമില്ല. ആവശ്യമില്ലാത്തവർക്ക് എന്തിൻ്റെ ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യും. ചിലപ്പോൾ ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്കും ഇപ്പോഴത്തെ കുറച്ച് 15-26 വയസ്സുള്ളവർക്ക് കിട്ടാൻ പോണം. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. 26 വയസ്സുള്ളവർക്ക് അത് കിട്ടി കഴിഞ്ഞാൽ അവർ 300-400 വർഷം പിടിച്ചു നിൽക്കുന്ന രീതിയിൽ ജീവിച്ചാൽ ആ രീതിയിലെത്തി. അപ്പോൾ സാക്രിഫൈസ് ചെയ്തത് വെറുതെ ആയില്ല, തമാശയായില്ല. ലോങ്ങവിറ്റി കിട്ടി, നിത്യജീവൻ കിട്ടി, തീർന്നു. അവിടെ എർത്തൊന്നും ഫുള്ളായിട്ട് ഒരിക്കലും പെടാന്ന് പറഞ്ഞാൽ പോകാൻ പോകണില്ലേ. വേണമെങ്കിൽ 1000 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. 1000 വർഷം നിലനിൽക്കുമായിരിക്കും. ഇപ്പോൾ ബൈബിൾ എന്ന് പറയും യേശുവിടെ 2000 വർഷം വരും. 1000 വർഷം 300 വർഷം ലോങ്ങവിറ്റീസ് ജീവിക്കുന്ന രീതിയിൽ ചിലപ്പോൾ യേശുവിടെ ആത്മാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അവർ മരിച്ചിട്ടുണ്ടോ സെക്കൻഡ് കമ്മിങ് വന്നത്. ചിലപ്പോൾ 112 വയസ്സ് പറഞ്ഞാൽ ആ രീതി. പക്ഷെ ആര് ഗൗണിക്കണില്ലെങ്കിൽ ഞാൻ തോന്നുന്നു കേൾക്കേണ്ട ആവശ്യമില്ല. 200 ചാവാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വയസ്സായവർ പോകേണ്ട സമയത്ത് പോകും. ചിലപ്പോൾ ചെറിയ പിള്ളേർക്കും 26, 27, 28, 30 വയസ്സുള്ളവർക്കൊക്കെ കിട്ടാൻ പോണേ ലോങ്ങവിറ്റി. 300 വർഷം, 200 വർഷം, 350 വർഷം, 400 വർഷം എന്തെങ്കിലും ആയിക്കോട്ടെ. തേജസ്സും അങ്ങനത്തെ പണ്ടത്തെ ഒന്നും അധികം കിട്ടിയില്ലെങ്കിലും ലോങ്ങവിറ്റി എന്ന സാധനം കിട്ടിയില്ലോ. അപ്പം അത്ര തന്നെ. അതിനെ കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞതെന്നു വെച്ചാൽ
ഈ പെന്തക്കോസ്ത് ക്രിസ്ത്യാനികൾ യഹൂദിയർ അത് കുറച്ച് അവർ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ചിലർ ശരിക്കും പെർഫെക്റ്റ് അല്ല, അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആണ്. പെന്തക്കോസ്ത് എന്തും ക്രിസ്ത്യൻസും ബാക്കി ക്രിസ്ത്യൻസും. അപ്പോൾ അതിൽ മൈനോറിറ്റി 2 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ലല്ലോ. അപ്പോൾ അവർ ജയിക്കുകയാണെങ്കിൽ ഓക്കെ. പിന്നെ ബാക്കി ഇപ്പോൾ ഹിന്ദുസും മുസ്ലിംസും റോമൻ കത്തോലിക്സും സീജറോയുടെ പോലെ മെജോറിറ്റി പിഴവ് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലേ. 300-400 വർഷം ലോങ് വെയിറ്റ് എന്ത് കിട്ടിയാലും എവിടെയെങ്കിലും ഒരു പിഴവ് എന്തൊരു തരം എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞില്ലേ ട്രംപ് അങ്ങോട്ട് ബോംബ് ഇടണു, ആ ടൈപ്പിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ പിഴവ് വരും. പിടിച്ചു നിൽക്കണം. ലോങ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചു നിൽക്കുക, ക്ഷമിച്ച് നിൽക്കുക. അപ്പം 300-400 വർഷം അതിൻ്റെ ഡിറൈവേറ്റീവ് കിട്ടിയതിൻ്റെ ആക്സെപ്റ്റബിളായിട്ട് പിടിച്ചു നിന്ന് തുടരാം. പിന്നെ കൂട്ടിച്ചേർക്കുക, ട്രംപിനെ ഞാൻ ഹാരി പോട്ടർ സിനിമ എനിക്ക് ഇഷ്ടമില്ല പറഞ്ഞു. ഹാരി പോട്ടറിൻ്റെ കൂടെ നിൽക്കുന്ന വീസിലി ആയിട്ട് ഞാൻ അനുപമിക്കല്ല. എന്നുവെച്ചാൽ ആ ഒരു മുഖവും ഫേസും അങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് ട്രംപും കമല ഹാരിസ് വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരു തരം അനുഭവിക്കണ വർണ്ണിക്കല്ല. അപ്പോൾ വീസ്ലി എന്ന് പറഞ്ഞാൽ കളിയാക്കി മറ്റേ മക്കോണിക്കൽ ആട്ടി ഓടിക്കണ കുട്ടി ഹാരി പോട്ടർ എന്ന് അവർ പറയും. വീസ്ലിനെ കളിയാക്കണ രീതിയിൽ ട്രംപ് ചെയ്യണത് AI-യും ബാക്കി ഫേക്ക് സിറ്റുവേഷൻ ആണെങ്കിലും അതിൽ കാര്യമില്ലെന്ന് പറയണം. ഇനി ചിലവർ പറയും ഞാൻ ട്രംപാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ തമാശയും പറയാനുള്ള ഒരു ക്ലൗണും അല്ല. ഡൊണാൾഡ് ട്രംപ് ചിലപ്പോൾ ഡൊണാൾഡ് ഡക്കിൻ്റെ പോലെ എന്തെങ്കിലും തമാശ ഒപ്പിക്കുകയൊക്കാം, AI പോലെ എന്തെങ്കിലും സ്പീച്ച് ചെയ്തേക്കാം. മൊത്തം കോമഡി തന്നെയാണ്. അപ്പോൾ അതിൽ യുദ്ധവും ഇല്ല, ഒന്നുമില്ല, മൊത്തം കാട്ടിക്കൂട്ടലാണെന്ന് എനിക്കറിയാം. അത് എത്ര ന്യൂസ് വന്നാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ മറ്റേ AI മാറും, AI യുദ്ധം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തമാശയ്ക്ക് ഓരോ ചെയ്തിട്ട് ലോകം മൊത്തം തമാശയായി മാറും. എന്തെങ്കിലും ഡെറൈവേറ്റീവ് വന്നു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കുന്ന രീതിയാണെങ്കിലും അതിൽ പിഴവ് സംഭവിക്കരുത്. പിഴവ് സംഭവിച്ച പലരും കുഴിയിലാവും. പിന്നെ ഈ നാവുകൊണ്ട് വളി വിട്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ടാലൻസ് ഇല്ലേ? ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നാവുകൊണ്ട് വളി വിട്ട് അവർ പറയിപ്പിച്ച് അർത്ഥമില്ലാത്ത വിഡ്ഢിശൂന്യമായ വാക്ക് പറഞ്ഞ് നാവുകൊണ്ട് വളി വിട്ട് നിങ്ങളുടെ മോന്ത വളി വിട്ട പോലെ ആക്കാല്ലാണ്ട് അരുന്നൂട്ടി വാങ്ങാല്ലാണ്ട് ഒന്നുമില്ല. സ്വന്തമായിട്ട് ടാലൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക. സ്വന്തമായിട്ട് ആരും തിരിച്ചും പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്നത്. പിന്നെ ബോധത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും എല്ലാം ഉള്ള പോലെയാണ് ഒളിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ബോധത്തോടെ ഇരിക്കുന്നത് വളരെ അമൂല്യമാണ്. പിന്നെ അതുപോലത്തെ കാര്യങ്ങളാണ്. പിന്നെ ഒരിക്കലും മനസ്സിലാവാത്ത ഈ വൃത്തിഹീനമായ ശിഖണ്ഡികളൊക്കെ ആരാധിക്കുന്നത് റെസ്പെക്റ്റ് ഇല്ലാണ്ട് ചെയ്യണതൊക്കെ വിഡിത്തം. എന്തിനും വേണ്ടി ജനിച്ച് ഈ ശിഖണ്ഡികളെ ആരാധിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ജനിച്ചത്? വേസ്റ്റായിട്ട് നിരങ്ങി ഇങ്ങനെ തമ്മിൽ കൊല്ലിക്കാനും. അപ്പം ഇങ്ങനെ വിഡ്ഢിത്തം ചെയ്യണവർ ഒരിക്കലും പറയാൻ മനസ്സിലാവാത്ത ഇങ്ങനെയുള്ള വിഡ്ഢികളെ ആര് ബോധിപ്പിക്കാൻ പോകണു? ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ളവർ നിരങ്ങി നീങ്ങിയിട്ടും ജനിച്ചിട്ടോ കാര്യമില്ല. സ്വയം അർത്ഥമില്ല എന്ന് പറഞ്ഞ് നടക്കണവർ, സ്വന്തം ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞ് നടക്കണവർ എത്രയോ വിഡ്ഢിശൂന്യരാണ്. ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ജീവിച്ചാൽ മതി, ചാച്ചാൽ മതി, നമ്മൾ കോളേജ് ജീവിച്ചാൽ മതി പറഞ്ഞാൽ എന്താ കാര്യം? കുറേ മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, വൃത്തികെട്ട റോമൻ കാത്തലിക്സ് ഉണ്ട്. എല്ലാം വിപരീതം. കുറേ ഷിജീനും പറയിപ്പിച്ച് പറയണവരും പറയിപ്പിക്കേണ്ടവർക്ക് പറയാറില്ല. ഡ്രഗ് അഡിക്ട്സ് പറയിപ്പിക്കണം, കുറേ വിഡ്ഢികളാക്കണം. ബോധമില്ലാണ്ട് കിടക്കും മന്ദബുദ്ധികളെ പോലെ പറയിപ്പിച്ച് പറഞ്ഞ് ശിഖണ്ഡികൾ അരച്ച് സ്വന്തം പേര് കൂടിയില്ല, സ്വന്തം ബർത്ത് റേറ്റ് ഇല്ല. കുറേ വിഡ്ഢിശൂന്യർ ഇവിടെ വിഡിത്തം വിശ്വസിച്ച് ഇല്ലാണ്ടാവുകയാണ്. മനസ്സിലാക്കുക.